ചെമ്പനീർ പൂവിന്റെ ഇനി വരാൻ പോകുന്ന ഒരു അടിപൊളി സൂപ്പർ ത്രില്ലിംഗ് എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത്. നമ്മൾ പ്രേക്ഷകർ എല്ലാവരും തന്നെ ഒന്നടങ്കം കാത്തിരിക്കുന്ന ആ ഒരു എപ്പിസോഡാണ് കേട്ടോ പറയുന്നത്. സച്ചി ഇത്രകാലം തന്റെ അമ്മയോടുള്ള സ്നേഹം മനസ്സിൽ ഒളിപ്പിച്ചു വെച്ചിരുന്നല്ലോ. ചന്ദ്രമതിയോടുള്ള സ്നേഹം സച്ചി തുറന്ന് പ്രകടിപ്പിക്കുന്ന ആ ഒരു ശുഭമുഹൂർത്തത്തിന്റെ എപ്പിസോഡാണ് കേട്ടോ പറയുന്നത്. അങ്ങനെ മഹിമ പറഞ്ഞതനുസരിച്ച് വർഷയുടെയും ശ്രീകാന്തിന്റെയും ആ ഒരു ചടങ്ങ് മഹിമയുടെ വീട്ടിൽ വെച്ച് നടത്തുന്നത് കൊണ്ട് തന്നെ ചന്ദ്രമതിയുടെ നിർബന്ധപ്രകാരം സുധീരയും ശ്രുതിയുടെയും ചടങ്ങും അവിടെ വെച്ച് തന്നെയായിരിക്കും നടത്തുന്നത്. അങ്ങനെ ചടങ്ങ് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്തിനെ പരമാവധി സച്ചിനെയും രവീന്ദ്രനെയും ഒരുപാടധികം അപമാനിക്കുന്നുണ്ട് കേട്ടോ മഹിമയുടെ ഭർത്താവൊക്കെ. സച്ചി ഫോൺ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തിന് മഹിമ പുറകിലൂടെ വന്നിട്ട് സച്ചിയുടെ പുറത്തേക്ക് നന്നായിട്ട് അടിക്കുന്ന സമയത്തിന് സച്ചിക്ക് നന്നായിട്ട് വേദനിക്കുന്നുണ്ട്. എന്നാൽ സച്ചി പ്രതികരിക്കുന്നൊന്നുമില്ല. രേവതിക്ക് കൊടുത്ത ആ ഒരു വാക്ക് പാലിക്കാൻ വേണ്ടിയിട്ട് സച്ചി അവിടെ ക്ഷമിക്കുകയാണ്. എന്നാൽ പിന്നീട് അങ്ങനെ സച്ചി രേവതിയുടെ അടുത്തിരിക്കുന്ന സമയത്തിന് മറ്റൊരാൾ വന്നിട്ട് സച്ചിയുടെ കാലിങ്ങനെ ചവിട്ടി മെതിക്കാണ്. ഇത് കണ്ടിട്ട് ഒട്ടും സഹിക്കാൻ കഴിയുന്നില്ലട്ടോ രേവതിക്ക്. രേവതി ചാടി എഴുന്നേറ്റ് പ്രതികരിക്കുന്നുണ്ടെങ്കിലും സച്ചി തടയാട്ടോ രേവതിനെ. വേണ്ട രേവതി, എനിക്കൊരു കുഴപ്പമില്ല. നമ്മളായിട്ട് ഒരിക്കലും ഈ ചടങ്ങ് അലങ്കോലമാക്കരുത് എന്ന് നീ തന്നെ എന്നോട് പറഞ്ഞത്. അതുകൊണ്ട് നമ്മളായിട്ട് ഇതൊരു പ്രശ്നമാക്കണ്ട എന്നൊക്കെ പറഞ്ഞ് രേവതിയെ ഇങ്ങനെ ഒതുക്കി നിർത്തും സച്ചി. അങ്ങനെ സച്ചിയെ പ്രകോപിപ്പിച്ചിട്ട് യാതൊരു കാര്യവുമില്ല. സച്ചി ക്ഷമിക്കുകയാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ പിന്നെ ഇത് മധുസൂദനന്റെ ഊഴായിരിക്കും. മധുസൂദനൻ എങ്ങനെയെങ്കിലും രവീന്ദ്രനെ ശല്യപ്പെടുത്താൻ വേണ്ടി രവീന്ദ്രൻ്റെ അടുത്തേക്ക് ഒരാളെ പറഞ്ഞു വിടുന്നുണ്ട്. എന്നിട്ട് അയാൾ രവീന്ദ്രൻ്റെ അടുത്തേക്ക് ചെന്നിട്ട് കാലുമക്കാല് കയറ്റിങ്ങനെ ഇരിക്കുകയാണെന്ന് മാത്രമല്ല ആ കാല് നേരെ രവീന്ദ്രൻ്റെ മേലായിരിക്കും. എന്നാൽ അയാൾ വല്ലാതെ ഇൻസൾട്ട് ചെയ്യുന്ന രീതിയിൽ തന്നെ രവീന്ദ്രനോട് ഇങ്ങനെ പെരുമാറുന്ന സമയത്തിന് അശോകൻ ചോദിക്കുന്നുണ്ട് നമുക്ക് ഇതിനെ പറ്റിയിട്ട് ചോദിച്ചാലോ എന്ന് ചോദിക്കുന്ന സമയത്തിന് രവീന്ദ്രൻ പറയുന്നത് അതൊന്നും വേണ്ട, നമ്മളായിട്ടൊരു പ്രശ്നം ഉണ്ടാക്കണ്ട. എന്നാൽ രവീന്ദ്രനെ പ്രകോപിപ്പിക്കാൻ നിന്നിട്ടും കാര്യമില്ല. ഇവർ രണ്ടുപേരും എന്തോ മനസ്സിൽ കരുതി കൂട്ടിയാണ് വന്നേക്കുന്നത് എന്ന കാര്യമെല്ലാം തന്നെ മഹിമക്ക് മനസ്സിലാവാണ്. അങ്ങനെ മഹിമ നേരെ രവീന്ദ്രൻ്റെ അടുത്തേക്ക് ചെന്ന് നോക്കുന്ന സമയത്തായിരിക്കട്ടെ ആ ഒരു കാഴ്ച കാണുന്നത്. വർഷ അണിഞ്ഞിരുന്ന പൂമാലയിൽ വർഷയുടെ ഒരു സ്വർണ്ണ നെക്ലസ് കുടുങ്ങിയിരുന്നിട്ടുണ്ടാവും. എന്നിട്ട് അത് അടർത്തി എടുത്തുകൊണ്ട് തന്നെ അത് വർഷക്ക് കൊണ്ടുപോയി കൊടുക്കാൻ നിൽക്കായിരിക്കും രേവതി. കറക്റ്റ് സമയത്തായിരിക്കട്ടോ ഇതും കണ്ടുകൊണ്ട് തന്നെ മധുസൂദനും മഹിമയും കൂടെ അങ്ങോട്ടേക്ക് വരുന്നത്. എന്നാൽ ആ ഒരു കാഴ്ച കാണുന്ന സമയത്തിന് അവർ രണ്ടുപേരും ചേർന്നിട്ട് മനഃപൂർവ്വം രേവതി ഒരു കള്ളിയാക്കാൻ വേണ്ടി ശ്രമിക്കുകയാണ്. രേവതി മനഃപൂർവ്വമാണ് വർഷയുടെ നെക്ലസ് മോഷ്ടിക്കാൻ നോക്കിയത് എന്നും രേവതി മോഷ്ടിച്ചു കൊണ്ടുവരുന്ന പണം കൊണ്ടാണ് സച്ചി കള്ളു കുടിക്കുന്നത് എന്നും രേവതി പെരും കള്ളിയാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ രേവതിയെ പരമാവധി കുറ്റപ്പെടുത്താട്ടോ മഹിമ. എന്നാൽ ഇതെല്ലാം കേൾക്കുന്ന സമയത്തിന് സച്ചിക്ക് ഒട്ടും തന്നെ സഹിക്കാൻ കഴിയാതെ സഹി കെട്ടുകൊടുത്തിന് സച്ചി നേരെ മധുസൂദനൊറ്റൊന്ന് ഒറ്റനങ്ങ് പൊട്ടിക്കാണ്. എന്നാൽ കറക്റ്റ് ഈ ഒരു കാഴ്ചയും കണ്ടുകൊണ്ടായിരിക്കട്ടോ വർഷ അങ്ങോട്ടേക്ക് കയറി വരുന്നത്. ശ്രീകാന്തും വർഷയും അങ്ങോട്ടേക്ക് കയറി വരുന്ന അതേ സമയത്ത് തന്നെയായിരിക്കും സച്ചി മധുസൂദനന്റെ മുഖത്തിട്ടങ്ങ് അടിക്കുന്നത്. അപ്പോഴേക്കും അവരുടെ മനസ്സിലൊരു തെറ്റിദ്ധാരണ വരികയാണ്. മനഃപൂർവ്വം ഇവിടെ വെച്ചിട്ട് സച്ചി പ്രശ്നമുണ്ടാക്കുക എന്ന രീതിയിലായിരിക്കട്ടോ വർഷയുടെ മുന്നിൽ വെച്ചുകൊണ്ട് തന്നെ മധുസൂദനൻ സംസാരിക്കുന്നത്. എന്നാൽ തൻ്റെ അച്ഛനെ സച്ചി അടിക്കുന്നത് കണ്ടിട്ട് ഒട്ടും തന്നെ സഹിക്കാൻ കഴിയുന്നില്ല വർഷയ്ക്ക്. അതുകൊണ്ട് തന്നെ സച്ചിയുള്ള വീട്ടിലേക്ക് താൻ ഇനി തിരികെ വരില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ വർഷ വാശിയിലായിരിക്കും. ഇതേ സമയത്തിന് രവീന്ദ്രൻ ഇങ്ങനെ ശ്രീകാന്തിനോട് പറഞ്ഞിട്ട് എടാ നിന്റെ കല്യാണം കഴിഞ്ഞിട്ട് കുറച്ച് നാളല്ലേ ആയുള്ളൂ, അതുകൊണ്ട് വർഷമോളെ ഇവിടെ തനിയെ നിർത്തണ്ട, എല്ലാ കാര്യങ്ങളും പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് പിന്നീട് നമുക്ക് വർഷം ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ടുവരാം. അതുകൊണ്ട് നീ ഏതായാലും വർഷമോട് കൂടെ നിൽക്കുക എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ശ്രീകാന്തിനെ നിർബന്ധിച്ചുകൊണ്ട് തന്നെ രവീന്ദ്രൻ അവിടെ നിർത്തട്ടെ മധുസൂദനൻ്റെ വീട്ടിൽ. ഏതായാലും മഹിമയുടെ പ്ലാന് പോലെ തന്നെ മഹിമയുടെ ലക്ഷ്യം സാധിച്ചെടുക്കട്ടെ മഹിമ ഈ ഒരു പ്രവൃത്തി ചെയ്യുന്നതിലൂടെ തന്നെ ശ്രീകാന്തും വർഷയും എന്നേക്കുമായിട്ട് പിന്നീട് മധുസൂദനൻ്റെ വീട്ടിൽ തന്നെ നിൽക്കുമായിരിക്കും. ഏതായാലും ചടങ്ങെല്ലാം കഴിഞ്ഞിട്ട് ബാക്കിയുള്ളവരെല്ലാം തിരിച്ച് വീട്ടിലേക്ക് എത്തിയ ഉടനെ തന്നെ ചന്ദ്രമതി കുറേ അധികം പ്രശ്നമുണ്ടാക്കുന്നുണ്ട് കേട്ടോ. രേവതി കാരണമാണ് ഈ ചടങ്ങ് ഇത്രമാത്രം വഷളായത് എന്നും സച്ചിനെ കൊണ്ട് മനഃപൂർവ്വം ഈ ചടങ്ങ് കുളമാക്കാൻ വേണ്ടിയിട്ടാണ് രേവതി ഇങ്ങനെയൊക്കെ ചെയ്യിപ്പിച്ചത് എന്നൊക്കെ രീതിയിലായിരിക്കും ചന്ദ്രമതി രേവതിയെ കുറ്റപ്പെടുത്തി സംസാരിക്കുന്നത്. അങ്ങനെ ആ ഒരു ചടങ്ങിന് ശേഷം പിന്നീട് വർഷയും ശ്രീകാന്തും കൂടി വർഷയുടെ വീട്ടിലായിരിക്കും. 1-2 ദിവസം കഴിഞ്ഞതിന് ശേഷം ചന്ദ്രമതിക്ക് വല്ലാതാവട്ടെ. ചന്ദ്രമതി പറയുന്നുണ്ട് ഇനി ഒരു ദിവസം പോലും എനിക്ക് എൻ്റെ മോനെ കാണാതിരിക്കാൻ പറ്റില്ല. വർഷയും ശ്രീകാന്തും എത്രയും പെട്ടെന്ന് തന്നെ ഇങ്ങോട്ടേക്ക് വരണം. ശ്രീകാന്തിനെ കാണാതെ ഇനി ഒരിക്കലും ഞാൻ വെള്ളം കുടിക്കില്ല, ഭക്ഷണം കഴിക്കില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ ചന്ദ്രമതി ഭയങ്കര വാശിയിൽ ഇങ്ങനെ നിരാഹാരം കിടക്കുമായിരിക്കും. രേവതിയെ കൊണ്ട് വിളിപ്പിക്കുന്നുണ്ടെങ്കിലും അവരൊരിക്കലും തിരിച്ചു വരില്ല എന്ന് തന്നെയായിരിക്കും അവരുടെ മറുപടി. എന്നാൽ ചന്ദ്രമതി ഇനി ഒരിക്കലും ഭക്ഷണം കഴിക്കില്ല എന്നറിഞ്ഞതോടുകൂടെ തന്നെ രവീന്ദ്രനും വല്ലാതാവും. രവീന്ദ്രൻ പറഞ്ഞിട്ട് നീ കഴിക്കുന്നില്ലെങ്കിൽ പിന്നെ എനിക്കും വേണ്ട എന്നൊക്കെ പറഞ്ഞ് ഭക്ഷണം കഴിക്കാതെ അവിടെ നിന്നും എഴുന്നേറ്റ് പോവാണ് രവീന്ദ്രൻ. അന്നേരം ശ്രുതി പറഞ്ഞിട്ട് ആൻറ്റി കഴിക്കുന്നില്ലെങ്കിൽ പിന്നെ എനിക്കും വേണ്ട എന്നൊക്കെ പറഞ്ഞ് ശ്രുതി അവിടെ നിന്നും എഴുന്നേറ്റ് പോകുന്ന സമയത്തിന് ശ്രുതിനെയും കൂടി അവിടെ നിന്നും എഴുന്നേൽപ്പിക്കുന്നുണ്ട് ശ്രുതിക്കാണെങ്കിൽ ആര് കഴിച്ചില്ലെങ്കിലും തനിക്ക് ഭക്ഷണം കഴിക്കണമെന്നുണ്ട്. പക്ഷേ ശ്രുതി നിർബന്ധിച്ചുകൊണ്ടായിരിക്കും ശ്രുതിനെ അവിടെ നിന്നും പിടിച്ചു വലിച്ച് എഴുന്നേറ്റ് കൊണ്ടുപോകുന്നത്. എന്നാൽ ഇവരാരും ഭക്ഷണം കഴിക്കുന്നില്ലല്ലോ എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് തന്നെ സച്ചിക്ക് അങ്ങ് വല്ലാതാവുന്നുണ്ട്. സച്ചി നേരെ ചന്ദ്രമതിയുടെ അടുത്തേക്ക് വന്ന് ചെന്ന് പറയുന്നുണ്ട് നിങ്ങളെല്ലാവരും ഭക്ഷണം കഴിക്കണം, കൃത്യസമയത്ത് ഭക്ഷണം കഴിച്ചാലല്ലേ ആരോഗ്യമുണ്ടാവുള്ളൂ, എങ്കിലല്ലേ മരുന്ന് കഴിക്കാൻ പറ്റുള്ളൂ, മരുന്ന് കഴിച്ചാലല്ലേ ശരീരത്തിൽ പിടിക്കുള്ളൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ സച്ചി കുറേ അധികം പറഞ്ഞു നോക്കുന്നുണ്ട്. അന്നേരം ചന്ദ്രമതി ഇങ്ങനെ സച്ചിയോട് ആലോചിച്ച് പറയുന്നുണ്ട് ഞാൻ എൻ്റെ മകനെ കാണാതെ ഒരു തുള്ളി വെള്ളം പോലും കുടിക്കില്ല, അതുകൊണ്ട് എൻ്റെ ശ്രീകാന്തിനെ എൻ്റെ മുന്നിലേക്ക് കൊണ്ടുവന്നാൽ മാത്രമേ ഞാൻ ഭക്ഷണം കഴിക്കുള്ളൂ എന്നൊക്കെ പറയും.
എന്നാൽ തൻ്റെ അമ്മ ഭക്ഷണം കഴിക്കുന്നില്ലല്ലോ എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് തന്നെ സച്ചിക്ക് അത് വല്ലാത്ത വിഷമമായിരിക്കട്ടോ. സച്ചി നേരെ പുറത്തേക്ക് പോവാണ്. അങ്ങനെ 2 മണിക്കൂറിന് ശേഷം സച്ചി തിരിച്ചു വരുന്നുണ്ട്. എന്നിട്ട് ഒരു കിറ്റുമായിട്ടായിരിക്കട്ടെ തിരിച്ചു വരുന്നത്. സച്ചി വന്ന് പറഞ്ഞിട്ട് ദേ ഇത് റംസാൻ കിറ്റാണ്, ഇതിലൊരു സ്പെഷ്യൽ ബിരിയാണി ഉണ്ട്. ഈ ഒരു ബിരിയാണി നമ്മളെല്ലാവരും ഒത്തൊരുമിച്ചിരുന്ന് കഴിച്ചിട്ട് എന്ത് കാര്യം മനസ്സിൽ വിചാരിച്ചാലും ആ ആഗ്രഹം പോലെ അത് നടക്കുമെന്നൊക്കെ ആയിരിക്കട്ടെ സച്ചി പറയുന്നത്. അങ്ങനെ സച്ചിയുടെ ആ ഒരു വാക്ക് കേൾക്കുന്ന സമയത്തിന് ചന്ദ്രമതിക്ക് വല്ലാത്ത സന്തോഷം തോന്നും. തൻ്റെ ശ്രീകാന്ത് ഇങ്ങോട്ടേക്ക് തിരിച്ചു വരണേ എന്നൊക്കെ മനസ്സിൽ ധ്യാനിച്ചു കൊണ്ടായിരിക്കട്ടോ ആ ഒരു ബിരിയാണി എല്ലാവരും കൂടി ഇരുന്ന് കഴിക്കുന്നത്. അങ്ങനെ അവരെല്ലാവരും ഭക്ഷണം കഴിച്ചതിന് ശേഷം തിരികെ റൂമിലേക്ക് എത്തിയതിന് ശേഷം രേവതി ചോദിക്കുന്നുണ്ട്, എന്താ സച്ചിയേട്ടാ നിങ്ങൾ പറഞ്ഞത്? റംസാൻ സമയത്ത് ആരും തന്നെ ഭക്ഷണം കഴിക്കില്ല എന്ന കാര്യം എല്ലാവർക്കും അറിയാവുന്നതല്ലേ, പിന്നെ നമുക്ക് മാത്രം എങ്ങനെയാണ് സ്പെഷ്യലായിട്ട് ഭക്ഷണം ഉണ്ടാക്കി തരുന്നത് എന്ന് ചോദിക്കും. എന്താണ് ഇതിന് പിന്നിലുള്ള കാര്യം എന്നിങ്ങനെ രേവതി ചോദിക്കുന്ന സമയത്ത് തന്നെ സച്ചി മിണ്ടല്ലേ എന്നൊക്കെ പറഞ്ഞ് വേഗം പോയിട്ട് ഡോറൊക്കെ അടക്കുന്നുണ്ട്. എന്നിട്ട് രേവതിയോട് പറഞ്ഞു കൊടുക്കുന്നുണ്ട്, അതെ ഇത് റംസാൻ സ്പെഷ്യലൊന്നുമല്ല, ഇത് ഞാൻ വേറൊരു കടയിൽ നിന്നും പാർസൽ വാങ്ങിച്ചുകൊണ്ട് വന്നതാണെന്ന് പറയുന്ന സമയത്തിന് ഒരു ഷോക്കോട് കൂടെയായിരിക്കും രേവതി ഇങ്ങനെ സച്ചിയെ നോക്കുന്നത്. അന്നേരം രേവതി ചോദിക്കുന്നത്, സത്യം പറ സച്ചിയേട്ടാ എന്താ ഇതിന് പിന്നിലുള്ള കാരണം? അച്ഛൻ ഭക്ഷണം കഴിച്ചില്ല എങ്കിൽ അത് സച്ചിയേട്ടന് ഭയങ്കര അധികം വിഷമാവുമെന്ന കാര്യം എനിക്കറിയാം, പക്ഷേ അമ്മയെ ഭക്ഷണം കഴിപ്പിക്കാൻ വേണ്ടിയിട്ടാണല്ലോ സച്ചിയേട്ടൻ ഇങ്ങനെയൊക്കെ ചെയ്തത് എന്ന് ചോദിക്കുന്ന സമയത്തിന് സച്ചിയുടെ കണ്ണങ്ങ് നിറഞ്ഞു പോവും. അന്നേരം സച്ചി പറഞ്ഞിട്ട് ശരിയാണ് രേവതി, നീ പറഞ്ഞത്. എൻ്റെ അമ്മ വിശന്നിരുന്നിട്ട് ഭക്ഷണം കഴിക്കാതിരിക്കുന്നത് കണ്ടിട്ട് എനിക്ക് ഒരിക്കലും സഹിക്കാൻ കഴിയില്ല. ഞാൻ എൻ്റെ അമ്മയോട് ദേഷ്യപ്പെടുമെങ്കിലും അമ്മ വിശന്നിരുന്നാൽ എൻ്റെ ചങ്ക് പെടുമെന്നിങ്ങനെ സങ്കടത്തോടു കൂടെ പറയാട്ടോ സച്ചി. അങ്ങനെ സച്ചിയുടെ മനസ്സിലുള്ള അമ്മയെ പറ്റിയുള്ള സങ്കല്പങ്ങളെല്ലാം തന്നെ രേവതിയോട് ഇങ്ങനെ തുറന്നു പറയുന്നത് കേൾക്കുന്ന സമയത്തിന് രേവതിയുടെ കണ്ണ് നിറഞ്ഞു പോവാണ്. സങ്കടമെല്ലാം കേട്ടതിന് ശേഷം രേവതി പറയുന്നത്, സച്ചിയേട്ടൻ വിഷമിക്കാതിരിക്ക്, എന്നെങ്കിലും ഒരു ദിവസം നിങ്ങളുടെ ഈ മനസ്സെല്ലാം തന്നെ നിങ്ങളുടെ അമ്മ മനസ്സിലാക്കുന്ന ഒരു ദിവസം വരും. നിങ്ങളുടെ മനസ്സിൽ ഇത്രമാത്രം നിങ്ങളുടെ അമ്മയോട് സ്നേഹമുണ്ടായിരുന്നോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് തന്നെ രേവതി സച്ചി ഇങ്ങനെ ചേർത്ത് പിടിക്കുകയാണ്. എന്നാൽ സച്ചി നിറ കണ്ണുകളോടെ രേവതിയോട് ചന്ദ്രമതിയെ പറ്റിയിട്ടുള്ള കാര്യങ്ങൾ പറയുന്ന സമയത്തിന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയട്ടോ സച്ചി എത്രമാത്രമാണ് തൻ്റെ അമ്മയെ ചന്ദ്രമതി അമ്മയെ സച്ചി എത്രമാത്രമാണ് സ്നേഹിക്കുന്നത് എന്ന കാര്യം. എന്താണെങ്കിലും അധികം വൈകാതെ തന്നെ സച്ചിയുടെ സ്നേഹം എത്രമാത്രമാണ് എന്ന കാര്യങ്ങളെല്ലാം തന്നെ ചന്ദ്രമതി തിരിച്ചറിയുന്ന ഒരു അടിപൊളി സൂപ്പർ എപ്പിസോഡ് വരുന്നുണ്ട്. അതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ ഓൾറെഡി ഒരു ചാനലിൽ അപ്ലോഡ് ചെയ്തതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കല്ലേ.